പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യമായ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും ശാന്തതയും സമാധാനവും സൗഖ്യവും സംതൃപ്തിയും സന്തോഷവും എല്ലാം നിറച്ചു നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ആ തിരുഹൃദയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ. തിരുഹൃദയത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് അങ്ങയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. തമ്പുരാനെ, മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ മക്കളുടെ 3 നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. അതോടൊപ്പം തന്നെ ചാനലിന്റെ കമന്റ് ബോക്സിലും വാട്സപ്പിലും മറ്റെല്ലാം ഒത്തിരി നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ, സമാധാനം നൽകണമേ, വിജയം നൽകണമേ, സാമ്പത്തിക ഭദ്രത നൽകണമേ, ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് ഉപരിപഠനത്തിന്റെ തീരുമാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടത് എല്ലാം നൽകി അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് തന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം നമുക്ക് നിറച്ചു നൽകുന്നത് വലിയ അത്ഭുതമാണ്. വിശുദ്ധ കുർബാന, ദിവ്യ കാരുണ്യം. നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിന്റെ സജീവ സാന്നിധ്യമായ വിശുദ്ധ കുർബാന. ഇങ്ങനെ പറയാറുണ്ട്, ഈശോയുടെ തുറക്കപ്പെട്ട തിരുഹൃദയമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവ് തന്നെ ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് പറയുമ്പോ കർത്താവിന്റെ സ്വയം ദാനമാണ് തിരുഹൃദയം. വിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരമായിട്ട് മാറിയ അനേകം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പരിശോധിച്ചപ്പോ അതെല്ലാം തെളിഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. AB പോസിറ്റീവ് രക്തം. 2, ജീവിക്കുന്ന ഒരു യുവാവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് വിശുദ്ധ കുർബാന. ആ തിരുവോസ്തി മാംസമായി മാറിയത് ഒരു ഹൃദയത്തിന്റെ ഭാവം, അതും മരിച്ച ഒരാളുടെ ഇല്ല, ജീവനുള്ള ഒരു യുവാവിന്റെ ഹൃദയം, ആ ഹൃദയത്തിന്റെ ഭാഗം. അതെ മക്കളെ, വിശുദ്ധ കുർബാന ഈശോ തന്നെ നമുക്ക് നൽകുകയാണ്. ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യ കാരുണ്യം. ഓർത്തു നോക്കിയേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേദന ഉണ്ടെങ്കിലും, എന്ത് ഭാരം ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ കർത്താവിന്റെ അടുത്തേക്ക് വിശുദ്ധ കുർബാന മധ്യേ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധിയോടെ സ്വീകരിച്ച് ഈശോയാൽ നിറയപ്പെട്ട് ഈശോയുടെ കൂടെ ഇരുന്ന് എല്ലാം ഈശോയോട് പറഞ്ഞാൽ നമുക്ക് സ്നേഹം തരുന്ന, ആശ്വാസം നൽകുന്ന, സൗഖ്യം നൽകുന്ന, ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, ഏത് പാപവും ക്ഷമിക്കുന്ന, കരുണ ചൊരിയുന്ന, സംരക്ഷണം തരുന്ന, നമുക്ക് എന്താ വേണ്ടേ എല്ലാം തരുന്ന സജീവ സാന്നിധ്യമായിട്ട് യേശുവിന്റെ തിരുഹൃദയ സ്നേഹം തന്നെ നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ ഈ തിരുഹൃദയത്തിന് മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ സമർപ്പിച്ചാല് ഈശോ എല്ലാം നമുക്ക് തരും. നോർത്തൊക്കെ, മാലാഖമാരാൽ സ്തുതിക്കപ്പെടുന്ന, സ്വർഗ സൈന്യം മുഴുവനും ആരാധിക്കുന്ന ഈ ത്രിയേക ദൈവത്തിന്റെ സജീവ സാന്നിധ്യം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവാധിപനും സർവശക്തനുമായ കർത്താവിന്റെ സജീവ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ആ തിരുഹൃദയത്തിന്റെ സ്നേഹം. എന്റെ മക്കളെ, അതുകൊണ്ട് ഈശോ പറഞ്ഞേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. എന്റെ ശരീരം ഭക്ഷിച്ചാൽ, രക്തം പാനം ചെയ്താൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. ഈശോയാൽ നിറയപ്പെട്ട്, ഈശോയാൽ സ്വന്തമാക്കപ്പെട്ട്, ഈശോയുടെ കൂടെ
എപ്പോഴും ജീവിക്കാൻ സാധിക്കുന്ന മക്കളാണ് നമ്മള്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ വിശുദ്ധ കുർബാന, നിത്യാരാധന അടുത്തുണ്ടെങ്കിൽ ഈ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എൻ്റെ കർത്താവാണ് എനിക്ക് വേണ്ടി എല്ലാം നൽകുന്ന സ്നേഹം നിറഞ്ഞ ഹൃദയമാണ് എൻ്റെ ഈശോ, തിരുശരീരം, ദിവ്യകാരുണ്യം എന്ന് അറിഞ്ഞ് അതെനിക്ക് വേണ്ടി ഈശോ തന്നതാ, ഈശോയെ തന്നെ അതറിഞ്ഞ് നമ്മുടെ വേദനകള് 119 സങ്കീർത്തനം 25-26 വചനം പറയുന്ന പോലെ നമ്മുടെ അവസ്ഥകൾ കർത്താവിനോട് വിവരിച്ച് പറ. കർത്താവ് നമുക്ക് ഉത്തരം തരും. നമുക്ക് എന്താ വേണ്ടേ, എന്തു തരാൻ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹത്തെ സ്വന്തമാക്കി ആ സ്നേഹത്തിന്റെ മുമ്പില്, അത് കർത്താവ് തന്നെയാ, തിരുഹൃദയത്തിന്റെ മുമ്പില്, ദിവ്യകാരുണ്യനാഥന്റെ മുമ്പില് എല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ ശരണത്തോടെ പ്രാർത്ഥിക്കാം മക്കളെ. അതുകൊണ്ട് നമ്മുടെ മക്കളും ഇതിൽ, ഈ ബന്ധത്തിൽ, ഈ സ്നേഹത്തിൽ, ഈ സാന്നിധ്യത്തിൽ, വിശുദ്ധ കുർബാനയിൽ, ഈ തിരുഹൃദയത്തിൽ ജീവിക്കണം. അതിനുവേണ്ടി പ്രത്യേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കാരോർത്തോ, ഈശോയെ കിട്ടിയാൽ പിന്നെ വേറൊരു സന്തോഷവും വേണ്ട. അച്ഛൻ എപ്പോഴും പറയാനുള്ള കാര്യം, അതായത് എല്ലാത്തിലും കൊച്ചു കൊച്ചു സന്തോഷമുണ്ട്. ഒരു കറങ്ങാൻ പോകുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, സിനിമ കാണുമ്പോ, അല്ലെങ്കിൽ ഒരു ചെടിക്ക് പാപം ചെയ്യുമ്പോ, മദ്യപിക്കുമ്പോ, ചെറിയ ലഹരിയിലൊക്കെ കുഞ്ഞി കുഞ്ഞി സന്തോഷമുണ്ട്. എന്നാൽ സന്തോഷത്തിന്റെ പൂർണ്ണതയാണ് ഈശോയുടെ ദിവ്യകാരുണ്യം, ഈശോയുടെ തിരുഹൃദയം. അത് ഈശോ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും അത് പൂർണ്ണമാകാനുമാണ്. പൂർണ്ണമായ സന്തോഷം കിട്ടിയ പിന്നെ ഈ കൊച്ചു കൊച്ചു സന്തോഷത്തിന് പിന്നാലെ ആരെങ്കിലും പോകും? അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ, നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ വേറൊന്ന്, നമുക്ക് വേണ്ടി എല്ലാം തരാൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന കർത്താവിന്റെ സ്വയം ദാനമായ തിരുഹൃദയ സാന്നിധ്യമായ ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന, അതിന്റെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിച്ച് ഈശോയോട് എല്ലാം പറയാനും, ഈശോയെ കേൾക്കാനും, ഈശോയുടെ ആശ്വാസം, സന്തോഷം, സമാധാനം, അനുഗ്രഹങ്ങൾ, കൃപകൾ, വാഗ്ദാനങ്ങൾ എല്ലാം സ്വന്തമാക്കി എടുക്കാനും നമുക്കിടയാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തോടെ ദിവ്യകാരുണ്യത്തിന് മുമ്പില്, തിരുഹൃദയനാഥന്റെ മുമ്പില് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അവന് സാധിക്കുന്ന മക്കളെ ദിവസങ്ങളൊക്കെ വിശുദ്ധ കുർബാനയില് പങ്കെടുക്കുക. ആരാധന മധ്യേ ഇരിക്കാൻ പറ്റുന്ന മക്കള് അല്പസമയം ആരാധനയുടെ മുമ്പില്, ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പില്, ഈശോയുടെ ദിവ്യകാരുണ്യം തിരുഹൃദയമാണെന്ന് അറിഞ്ഞ് ഈശോയുടെ കൂടിയിരിക്കുക. കുർബാന സ്വീകരിച്ചിട്ട് ആ തിരുഹൃദയ സ്നേഹം അനുഭവിച്ച് ആ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. ദൈവം ഒത്തിരി നമ്മെ അനുഗ്രഹിക്കും. ഈ ജൂൺ മാസം നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ മാസമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ഈശോയുടെ തിരുഹൃദയവും പേറി, ഈശോയുടെ കരുണയും പേറിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിതം, ആ ഒരു യാത്ര, നമ്മൾ ആരംഭിക്കുന്ന വാഹനം ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞു. ഒന്ന് രണ്ടും കാര്യം കൂടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. നമ്മുടെ ആദ്യത്തെ യാത്ര വേളാങ്കണ്ണിയിലേക്ക് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച് പോകാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ തന്നെ കർത്താവ് ഇങ്ങനെ ഒരു യാത്ര നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് ആ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ വലിയ ഒരു പ്രകടനമായിട്ട് വിശ്വസിക്കുകയാണ്, സ്വീകരിക്കുകയാണ്, നന്ദി പറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാ സഹായത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. മാത്രമല്ല, ഇനിയും അങ്ങോട്ട് വലിയ ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ തിരുഹൃദയ സ്നേഹത്തിന്റെ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും നിറയപ്പെടാൻ, പ്രകടമാക്കപ്പെടാൻ നമ്മുടെ ഈ ശുശ്രൂഷ ഇടയാകണം. അതിനുവേണ്ടി ഇനി നിങ്ങളുടെ സഹായം വേണം. നിങ്ങളും വരണം, നമ്മുടെ കൂടെ ചേരണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ, ഒറ്റയ്ക്കൊന്നുമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. അതോടൊപ്പം തന്നെ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ജപമാല പ്രദക്ഷിണത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ പ്രത്യേകം ഈ തിരുഹൃദയ സ്നേഹത്തിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് കർത്താവിന് മുമ്പിലായിരിക്കാം. ചെന്ന് എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഞങ്ങളുടെ സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ അങ്ങയെ തന്നെ തന്നുകൊണ്ട്, അങ്ങയുടെ തിരുഹൃദയം കുത്തി തുറന്നുകൊണ്ട് അങ്ങ് ദിവ്യകാരുണ്യമായി മാറിയല്ലോ. വിശുദ്ധ കുർബാനയിലൂടെ ജീവിക്കുന്ന സാന്നിധ്യമായി അങ്ങേ തിരുഹൃദയം തന്നെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങൾക്കായി തന്നുകൊണ്ടാണല്ലോ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. ലോകാവസാനം വരെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ, ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങൾ നശിച്ചു പോകാതെ എന്നും അനുഗ്രഹിക്കപ്പെടാൻ, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ, ജീവന സമൃദ്ധി തരാൻ അങ്ങ് ദിവ്യകാരുണ്യമായി എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ കർത്താവേ, അങ്ങയെ അറിയാതെ, അങ്ങയെ അറിഞ്ഞിട്ടും സ്നേഹിക്കാതെ, അങ്ങയുടെ അടുത്തേക്ക് വരാതെ, അങ്ങയെ അപമാനിച്ച് അയോഗ്യതയോടെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയോട് സംസാരിക്കാതെ, അങ്ങയെ വിലമതിക്കാതെ അങ്ങയെ ഞങ്ങൾ പലപ്പോഴും അവഗണിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും, അങ്ങ് വിളിച്ച മക്കള്, വേർതിരിച്ച മക്കള് അനേകം പേര് അങ്ങയെ നിന്ദിച്ചിട്ടുണ്ട്. അതെല്ലാം ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവെ, അങ്ങയുടെ മുമ്പിലേക്ക്, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി കീറിമുറിയപ്പെട്ട ജീവനുള്ള യുവാവായ യേശുവിന്റെ തിരുഹൃദയമായ ഓ ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിന്റെ ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ എല്ലാം സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ മക്കൾ നിറഞ്ഞാൽ മറ്റൊന്നിന്റെ പിന്നാലെ ഞങ്ങളുടെ മക്കൾ പോകില്ല. മാത്രമല്ല, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ആരോഗ്യം, സന്തോഷം, ബുദ്ധി, ശക്തി, ധൈര്യം എല്ലാം അങ്ങയിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുമല്ലോ. ഈശോയെ വിശ്വാസത്തോടെ അതിനെല്ലാം വേണ്ടി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിയോഗങ്ങൾ വ്യക്തിപരമായിട്ട് സമർപ്പിക്കുമ്പോൾ അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പില് സമർപ്പിക്കുന്നു. ഈശോ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അവർക്ക് വിജയം നൽകണമേ, അവരെ ധൈര്യപ്പെടുത്തണമേ, അവർക്ക് ജോലി കൊടുക്കണമേ, അടഞ്ഞു പോയ വാതിലുകൾ തുറക്കണമേ, തുറന്നു കിടക്കുന്ന നാശത്തിന്റെ വാതിലുകൾ അടയ്ക്കണമേ, അടിമത്തങ്ങൾ നീക്കണമേ, കെട്ടുകൾ പൊട്ടിക്കണമേ. ജോലി കിട്ടാത്ത മക്കൾക്ക് ജോലി കിട്ടട്ടെ, വിവാഹം നടക്കാത്ത മക്കളുടെ വിവാഹം നടക്കട്ടെ, മക്കളില്ലാത്ത യുവദമ്പതികൾക്ക് മക്കളുണ്ടാകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ തിരുസന്നിധിയില് എല്ലാം നൽകുന്ന അങ്ങയുടെ സന്നിധിയില് എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 4-ാം ദിവസത്തില് അങ്ങയുടെ മക്കൾ ഒരുമയോടെ സമർപ്പിച്ചുകൊണ്ട് ഈ വണക്കമാസത്തിന്റെ വലിയ നിയോഗങ്ങള് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജപം. ദയവും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കയാൽ ഇനിയെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കേണ്ടതിന് എന്റെ കടമയായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാധുര്യപൂർണനായ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെട്ട് ക്ഷമയാചിക്കുന്നു. അനന്തക്ഷമാനിധിയായ നാഥ, വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്ക്, നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി എന്തു ത്യാഗപ്രവൃത്തിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ്. കൃപാനിധിയായ ഈശോയെ, അങ്ങ് എനിക്ക് ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകല മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധന സ്തുതി സ്തോത്രങ്ങളെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുഹൃത ജപം. ഈശോയുടെ ദിവ്യ ഹൃദയമേ, അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ. സൽക്രിയ. വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി നമുക്ക് ഒരു വിശുദ്ധ ദിവ്യകാല സന്ദർശനം നടത്താം. ദിവ്യകാല സാന്നിധ്യത്തില് കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ എപ്പോഴുമായിരിക്കുവാൻ നമുക്കിടയാകട്ടെ. എന്ത് വേദനയുണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓടി വന്ന് എല്ലാം പറയാൻ സാധിക്കുന്ന ഒരു ബന്ധം ഈശോയോട് ഉണ്ടാകട്ടെ മക്കളെ. നമ്മുടെ മക്കൾക്കും അതുണ്ടാകട്ടെ. പഠിക്കാൻ പോയിരിക്കുന്ന മക്കള്, വിദേശത്തായിരിക്കുന്ന മക്കള്, ദൂരസ്ഥലങ്ങളായിരിക്കുന്ന മക്കള്, നമ്മുടെ വീട്ടിലായിരിക്കുന്ന മക്കള് ദിവ്യകാരുടെ ബന്ധത്തിൽ, വിശുദ്ധ കുർബാന ബന്ധത്തിൽ വളരട്ടെ. ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുമ്പോ ഓടി വരാൻ, എല്ലാം പറയാൻ, എല്ലാം സഹായിക്കാൻ, എല്ലാത്തിലും ഇടപെടാൻ ശക്തനായ ദിവ്യകാരുടെ നാഥൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ആ ഒരു സാന്നിധ്യവും ആ ഇടപെടലും എപ്പോഴും അനുഭവിച്ചറിയാനും ചോദിച്ചു വാങ്ങാനും നമുക്ക് നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. ആ വലിയൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം വിശുദ്ധിയോടെ, യോഗ്യതയോടെ ഈശോയെ തന്നെ സ്വീകരിച്ച് ആ തിരുഹൃദയത്തെ സ്വന്തമാക്കി, ആ തിരുഹൃദയത്തെ പഠിച്ച് യേശുവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം എന്നും അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും എല്ലാ ക്രൈസ്തവർക്കും ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമ്മുടെ നിയോഗങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുങ്ങാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഓ ദിവ്യകാരുണ്യമേ, ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഹൃദയത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ കരുണ നിറഞ്ഞ ഹൃദയത്തിന്റെ സാന്നിധ്യം, സ്നേഹം അങ്ങ് തന്നെയാണല്ലോ. അനുഭവിച്ച് അങ്ങയെ സ്വന്തമാക്കി, അങ്ങയുടെ മുമ്പിൽ എപ്പോഴും എല്ലാം പറഞ്ഞ് അങ്ങയെ സ്വന്തമാക്കി, അങ്ങയുടെ ശക്തി സ്വന്തമാക്കി ജീവിക്കാൻ ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ആമേൻ.